അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 1 തുടങ്ങി 3 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ഒരു സാബത്തിൽ ഈശോ ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി. ഫരീസയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു, നോക്കൂ, സാബത്തിൽ നിഷിദ്ധമായത് നിൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. അവൻ പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? പ്രിയപ്പെട്ട സഹോദരരെ, എന്താണ് നാം ഇവിടെ കാണുന്നത്? ഈശോ തൻ്റെ ശിഷ്യരുടെ ഒരു നിയമനിഷേധത്തെ ന്യായീകരിക്കുന്നു. ഈശോ സാധാരണഗതിയിൽ ഫരീസയരെയും നിയമജ്ഞരെയും ഒക്കെ വിമർശിച്ചിരുന്നയാളാണ്. പക്ഷേ ഈശോ തൻ്റെ ശിഷ്യരെ ന്യായീകരിക്കുന്നു, അവരുടെ തെറ്റിനെ ന്യായീകരിക്കുന്നു. സ്വാഭാവികമായും ഈശോ അവരെ തിരുത്തേണ്ടതാണ്. നാം ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റുകളെ, വീഴ്ചകളെ പോലും കർത്താവ് ന്യായീകരിച്ച് നമ്മുടെ പക്ഷത്ത് നിൽക്കും. പ്രിയപ്പെട്ട സഹോദരരെ, നാം ചെറുതും വലുതുമായ തെറ്റുകൾ, വീഴ്ചകൾ വരുത്തുമ്പോഴും കർത്താവ് നിശബ്ദനാണ്. നമ്മെ പഴിക്കില്ല, കുറ്റപ്പെടുത്തുകയില്ല. നമ്മെ ഈശോ പഴിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നാം ഈശോയിൽ നിന്ന് അകന്നു പോകും. ആരെങ്കിലുമൊക്കെ നമ്മെ പഴിക്കുമ്പോൾ അവരോട് നമുക്ക് അടുപ്പം തോന്നില്ലല്ലോ, അവരിൽ നിന്ന് നാം അകന്നു പോവുകയില്ലേ? ഈശോ ഈ ശിഷ്യരുടെ തെറ്റുകളെ മൂടി വയ്ക്കുന്നു, തെറ്റുകളെ ന്യായീകരിക്കുന്നു. അത് ഈശോയോടുള്ള സ്നേഹത്തിലേക്ക് കൂടുതലായി അവർ വരാൻ തന്നെയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിരന്തരം സംരക്ഷിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ തെറ്റുകളെ പോലും ന്യായീകരിച്ച് ഞങ്ങളെ സംരക്ഷിക്കുന്ന കർത്താവേ, അവിടുത്തെ കൃപ എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ മാറിയ ഔസേപ്പിതാവേ, സകല വിശുദ്ധരെ മാലാഖാമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.